കേരള സംസ്ഥാനത്ത് ഇന്ന് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി കേരള സംസ്ഥാനത്ത് സർക്കാർ നടപ്പാക്കിയ തികച്ചും ബാലിശമായ, അധാർമികമായ, സദാചാര വിരുദ്ധമായ, എന്നതിലെല്ലാം അപ്പുറത്ത് പ്രകൃതി വിരുദ്ധമായ ഒരു നടപടിയുടെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അലയൊലികളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു വാദമാണ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അരാജകമായ ഒരുപാട് വാദങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രകൃതിയുടെ അടിത്തറയെ തന്നെ അട്ടിമറിക്കുമെന്ന് പച്ചയായി പറഞ്ഞുകൊണ്ട് ആദ്യമായി രംഗത്ത് വരികയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കണമെന്നും വേലിക്കെട്ടുകളൊക്കെ തകർത്തെറിയണമെന്നും നിയന്ത്രണമില്ലാത്ത പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകണമെന്നും ലൈംഗികതയെ ഉദാരമാക്കണമെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങേയറ്റ അപകടം പിടിച്ച വാദമുഖങ്ങളായിരുന്നു. ലോകത്തിനത് സമ്മാനിച്ച ദുരന്തങ്ങളും വർണ്ണനാതീതമായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴും ആണിനെയും പെണ്ണിനെയും ഒന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരുത്തനും രംഗത്തും നമ്മൾ കേട്ടിട്ടില്ല. സത്യത്തിൽ അങ്ങനെ ഒരു വാദം നമ്മുടെ കേരള ഗവൺമെൻറ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. സത്യത്തിൽ ഈ വാദങ്ങളെ ഇവരാദ്യമൊക്കെ ഇവർ മറച്ചിവിടെ പറയുകയുണ്ടായല്ലോ. ജനറൽ ന്യൂട്രാലിറ്റിയിൽ ഒളി അജണ്ടകൾ എന്നാണ് പറഞ്ഞത്. ഒളി അജണ്ടകളായിരുന്നു, പക്ഷേ ഇത് തെളി അജണ്ടയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒളി അജണ്ട ഇല്ല ഇതിനകത്ത് ഇനി എന്താ ഒളിക്കാനുള്ളത്? ആണും പെണ്ണും പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് വല്ല ഒളിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇത് പറയേണ്ടിടത്ത് പറയാൻ തൻ്റെ ഇടമില്ലാതെ ഇവരല്പം ഒളിച്ച ആദ്യം പറഞ്ഞത്. ആ ഒളിക്കുന്നതിൻ്റെ ഭാഗമാണെന്ത്? സ്ത്രീ പുരുഷന്മാരെ ഒറ്റ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കണമെന്നുള്ള വാദങ്ങൾ. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരുതരം അതിർവരമ്പുകൾ അംഗീകരിക്കാനാവാത്തതാണെന്നും സ്ത്രീയും പുരുഷനും ഒക്കെ ഒന്നിച്ചിടപഴകി വേണ്ടി വന്നാൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ എവിടെയും കഴിയാൻ, ഭാര്യാഭർത്താക്കന്മാർക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിൽ സവിശേഷമായ ഒന്നുമില്ല. സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ടത്രേ. അതാണ് അതിനർത്ഥം. അങ്ങനെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അവകാശങ്ങളൊന്നും രണ്ടു കൂട്ടർക്കും ഇല്ലെന്നുള്ളതൊക്കെ ഇവർ ഒരു വശത്ത് പറഞ്ഞതും, അതുപോലെ തന്നെ ഒരുമിച്ചിരുത്തുന്നതോടൊപ്പം വേഷം ഒന്നാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചതുമൊക്കെ യഥാർത്ഥത്തിൽ ഒളിച്ച് പറച്ചിലുകളായിരുന്നു. അതായിരുന്നു ഒളി അജണ്ട. വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒരുമിച്ചിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞതും മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ ഒളി അജണ്ടകളായിരുന്നു. പക്ഷെ ഒളി അജണ്ടകൾ ഇന്ന് തെളി അജണ്ടകൾക്ക് വഴിമാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പച്ചയായി ലോകം പറയാൻ മടിക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും അവശേഷിക്കുന്ന സ്വബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രകൃതിയിൽ ഇടപെടൽ നടത്തുകയും പ്രകൃതിയെ അട്ടിമറിക്കുകയും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവരുടെ ഉള്ളിലിരുപ്പ് തുറന്നെഴുതി. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ, ഈ ചർച്ചയെ ഏറ്റവും ഗുരുതരമാക്കി തീർക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത്, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം തമ്പുരാൻ അള്ളാഹു ഒന്ന് നമ്മൾ വളരെ കൃത്യമായി പറയുന്ന എല്ലാ മതവിശ്വാസികളും പൊതുവായി സമ്മതിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, ഒരു ആദിമഹാശക്തിയുണ്ട്, ഏക പരാശക്തിയുണ്ട്. ഭഗവാൻ എന്നോ അല്ലെങ്കിൽ ഗോഡ് എന്നോ അല്ലെങ്കിൽ യേശു എന്നോ ഒക്കെ അവർ വിളിക്കുന്ന, അള്ളാഹു എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ശൂന്യതയിൽ നിന്ന് ഇതിനെ സംവിധാനിച്ചൊരുക്കിയതിൻ്റെ വിധാതാവ്, ഇതിൻ്റെ ക്രിയേറ്റർ, കർത്താവ്, വൺ ഹൂ ക്രിയേറ്റ്, അതാണ് കർത്താവ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പടച്ചോൻ. വൺ ഹൂ പടച്ചു, അവനാണ് പടച്ചോൻ. അത് തന്നെ ക്രിയേറ്റർ, കർത്താവ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം അടിസ്ഥാനപരമായി പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ്റെ പേരാണ്. ആ പടച്ചവൻ ഈ പ്രകൃതിയെ എങ്ങനെ പടച്ചോ, ആ പടച്ചതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പുറത്ത് ചില ഇടപെടലുകളൊക്കെയാണ് ഇതുവരെ ലോകം നടത്തിക്കൊണ്ടിരുന്നത്. പടച്ചതിനെ തന്നെ പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ ഇണകളായിട്ടല്ലാതെ, ജോഡിയായിട്ടല്ലാതെ ഈ പ്രകൃതിയിൽ അള്ളാഹു ഒന്നിനെയും പടച്ചിട്ടില്ല. ഇനി അള്ളയെ മാറ്റി വെച്ചാൽ പോലും പ്രകൃതി ഒന്നിനെയും പടച്ചിട്ടില്ല ഇണകളായിട്ടല്ലാതെ. അള്ളയെ അംഗീകരിക്കാത്തവർക്ക് പോലും ഇത് അംഗീകരിക്കേണ്ടി വരും. പ്രകൃതി
ഈ ലോകത്തെ എല്ലാറ്റിനെയും ഇണകളായിട്ടാണ് പടച്ച. സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും ഓതണമല്ലോ, അല്ലേ? സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും ഓതണമെന്ന് നമ്മോട് പറയപ്പെടുന്ന സൂറത്ത് യാസീനിലെ സുപ്രസിദ്ധമായ ഒരായത്താണ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ സംവിധാനിച്ചവൻ അതീവ പരിശുദ്ധനാകുന്നു. നോക്കൂ, എല്ലാറ്റിലും ഇണകൾ ഖുർആന്റെ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന എല്ലാറ്റിലും ജോഡിയുണ്ട്, പ്രകൃതിയിലുള്ള എല്ലാത്തിലും ജോഡിയുണ്ട് എന്ന് പറയുന്ന ആ പ്രസ്താവന തികച്ചും യാദൃശ്ചികമായി പറഞ്ഞതല്ല. അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് അള്ളാഹുവിന് പറയാനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് അള്ളാഹു ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകളുണ്ട് എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു വെച്ചു. ആ എല്ലാറ്റിലുമുള്ള ഇണകളുടെ കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഇണയും വരുന്നത്. ആ ഇണയെ തകർക്കാൻ ശ്രമിക്കുന്നത് പ്രകൃതിയെ മൊത്തത്തിൽ തകർക്കല. ഇത് പറഞ്ഞിട്ട് ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകൾ. എന്നിട്ട് അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലൊക്കെ. ഭൂമി എന്താണോ വിളയിക്കുന്നത്, ഭൂമിയിൽ വിളയുന്നത് എല്ലാത്തിലും ഇണകളുണ്ട്, ജോഡിയുണ്ട് എന്ന് അള്ളാഹു തആല പറയുക ഇല്ലേ? സസ്യല ജലാദാദികളിൽ എല്ലാത്തിലും ജോഡിയുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി സ്ഥാപിതമായ സത്യമാണ്. അള്ളാഹു തആല എല്ലാറ്റിലും ഇണകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്താദ്യം പറയുകയാണ് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിലൊക്കെ ഇണകളുണ്ട്, എല്ലാത്തിലും ഇണകളുണ്ട്. ആ ഇണകളാണ് യഥാർത്ഥത്തിൽ അതാത് വസ്തുക്കൾ, അതാത് ജീവജാലങ്ങളെ നിലനിർത്തി പോരുന്നത്. ആ ഇണകളുടെ പരസ്പര ബന്ധമാണ്, വിജാതീയമായ. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് രണ്ടാമത്തത് അള്ളാഹു തആല പറയുന്നത് എന്താ? ഓ മിൻ അൻഫുസിഹിം. എന്തിനാ ഈ വിശദീകരിക്കുന്നത്? എല്ലാറ്റിലും ഇണകളുണ്ട് എന്ന അള്ളാഹുവിൻ്റെ ആദ്യത്തെ ആ കോമണായ ആ പ്രസ്താവനയെ അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്. ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിൽ എല്ലാത്തിലും ഇണകളുണ്ട്, ഇണകളില്ലാതെ ഒന്നും നിലനിൽക്കുന്നില്ല. എല്ലാത്തിൻ്റെയും നിലനിൽപ്പും ഭദ്രതയും ഇണകളിലൂടെയാണ്. രണ്ടാമത് ഓ മിൻ അൻഫുസിഹിം, മനുഷ്യ നിന്നിലും ഇണകളുണ്ട്. നീ ഇണകളാണെന്നല്ല ഇവിടെ പറയുന്നത്, നിന്നിലും ഇണകളുണ്ട്. അവരുടെ ബോഡികളിലുണ്ട് ജോഡി, നമ്മുടെ ശരീരത്തിൽ ജോഡിയുണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ? രണ്ട് കൈയുണ്ട്, വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്, അല്ലേ? വലത്തെ കൈയും ഇടത്തെ കൈയും തുല്യമല്ല, ആർക്കും ആക്കാൻ പറ്റില്ല, ആണോ? അതിൻ്റെ കായിക ശേഷി വ്യത്യസ്തമാണ്. ഇതിനെ ഒന്നാക്കാൻ കേരള ഗവൺമെന്റ് നമ്മൾ വെല്ലുവിളിക്കുന്നു. അംബുസിയും മനുഷ്യന്റെ ബോഡിയിലുള്ള ജോഡിയാണത്. രണ്ട് കയ്യ, രണ്ട് കാല, വലത്തെ കാലിൻ്റെ ശേഷിയല്ല ഇടത്തെ കാലിൻ്റെ ശേഷി. രണ്ട് കണ്ണാണ്, ഇടത്തെ കണ്ണിൻ്റെ പ്രവർത്തന ശൈലിയല്ല ഇടത്തെ കണ്ണിൻ്റെത്. രണ്ടും കൂടിച്ചേരുമ്പോഴാണ്. അതുപോലെ തന്നെ രണ്ട് മൂക്ക, രണ്ട് കാതാണ്, രണ്ട് നാക്കാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. രണ്ട് നാക്ക്, അതെ, രണ്ട് നാക്ക് തന്നെ, രണ്ട് മൂക്കും തന്നെ, രണ്ട് ദ്രാവം, രണ്ട് മറ്റേ ദ്വാരം മാത്രമല്ല, രണ്ട് മൂക്കാണ്. നമ്മൾ ചിലപ്പം ബോഡിയിൽ ഒരു വശം തളരും, നാവിൻ്റെ ഒരു വശം തളരും, ഇവിടെ നിങ്ങോട്ട് തളരും, മനസ്സിലായില്ലേ? അപ്പൊ കൃത്യമായും എല്ലാറ്റിലും അള്ളാഹു തആല ജോഡിയെ സംവിധാനിച്ചിരിക്കുന്നു, മനുഷ്യന്റെ ബോഡിയിലും. ഏതുവരെ എന്നറിയുമോ? അത്ഭുതകരമായി അള്ളാഹു തആല ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ് ഓ മിമ്മാ ലാ യഅലമൂൻ. എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചോന്ന് ഒറ്റ പ്രസ്താവനയിൽ നിർത്തിയാൽ മതി അള്ളാഹ്ക്ക്. പക്ഷെ ഈ ഇണകളുടെ സംവിധാനത്തിലൂടെ പ്രകൃതി നിലനിൽക്കുന്നതിൻ്റെ അത്ഭുതകരമായ ശൈലീ വിന്യാസത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു തആല പിന്നീട് 3 പദാവലികളിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം ജോഡി, മനുഷ്യന്റെ ബോഡിയിൽ ജോഡി. പിന്നെ അള്ളാഹ് പറയുകയാണ് അത് അത്ഭുതകരമായ ഒരു പ്രസ്താവനയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് തെളിയിക്കാൻ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന ഒരായത്താണത്. ഓ മിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത വസ്തുക്കളിലും ജോഡിയുണ്ട് എന്ന്. സൂറത്ത് യാസീനിലാണത്. നമ്മൾ ധാരാളം യാസീൻ പോകുന്നു, പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. അവർക്കറിയാത്ത വസ്തുക്കൾ എന്താണത്? അവർക്കന്നറിയാത്ത സാധനങ്ങൾ. ഏറ്റവും ഈ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ പരമാണുവിൽ പോലും ജോഡിയുണ്ട്. നമുക്കറിയാമല്ലോ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ജോഡിയുണ്ടെന്ന് പറഞ്ഞിടത്തും അതുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ മാസ്റ്റർ പാർട്ടാണ് അവൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ ബ്രെയിനിലെ സെറിബ്രമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. ആ സെറിബ്രത്തിൻ്റെ നടുവിൽ ഒരു വരയുണ്ട്, രണ്ടായിട്ട് പകുത്ത് വെച്ചേക്കുക. അപ്പോൾ തളരുമ്പോൾ ഒരു വശം തളരുള്ളൂ, ആ വരച്ചിട്ടതിൻ്റെ അപ്പുറം ഇപ്പുറമേ ഉള്ളൂ. അവിടെയുണ്ട്. അത് നമ്മൾക്കറിയില്ലായിരുന്നു, അത് പിന്നെ അറിഞ്ഞേ. അതല്ല, അതിലും വലിയ രസമുണ്ട്. ഓ മിമ്മാ ലാ യഅലമൂൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് അള്ളാഹു തആല വെച്ചതിലൂടെ അള്ളാഹുവിന് ഈ പ്രകൃതിയെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സൃഷ്ടാവിന് ധാരണയില്ലാതെ വരില്ലല്ലോ.
ഉണ്ടെന്ന് ലോകത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഓ മിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത വസ്തുക്കളിലും ജോഡിയുണ്ട് എന്ന് പറഞ്ഞാൽ അന്നറിയില്ല, പിൽക്കാലത്ത് എത്രയോ കാലം അറിയാതിരുന്ന, പിന്നീട് ലോകമറിഞ്ഞ ചില വസ്തുക്കൾ പദാർത്ഥത്തിന്റെ ഏറ്റവും പരമമായ കണിക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരമാണുവിനെ വിഭജിച്ചു. പരമാണുവിനെ വിഭജിക്കാനേ പറ്റില്ലെന്ന ഒരു കാലത്ത് ലോകം വിധി എഴുതിയിരുന്നത്. പരമാണു വിഭജന സാധ്യമല്ല എന്ന് അറബികളിലൊക്കെ, അറബി ഭാഷയിലൊക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ പള്ളി ദർസുകളിലൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് പണ്ട് അന്ന് ജുസുഉൻ ലാ യതജസ്സ എന്നാണ് അണുവിനെ കുറിച്ച് പറയുന്നത്. വിഭജന സാധ്യമല്ലാത്ത പരമാണു ഘടകമെന്നാണ്. പരമാണു അതിന് വിഭജിക്കാൻ പറ്റില്ല, ആറ്റത്തെ വിഭജിക്കാനാവില്ലെന്നാണ്. പക്ഷെ ആറ്റം പിളർന്നു ലോകം. ആറ്റത്തെ വിഭജിച്ചിട്ട് അകത്തേക്ക് നമ്മൾ തുറിച്ചു നോക്കിയപ്പോൾ കാണുന്നത് എന്താണ്? ആറ്റത്തിന്റെ മർമ്മത്തിന്, ന്യൂക്ലിയസിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷെല്ലുകൾ. അതിൻ്റെ ഷെല്ലുകളിൽ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. എന്താ അതിനർത്ഥം? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അതിൻ്റെ ചാർജ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലോ നെഗറ്റീവാണ് അതിൻ്റെ ചാർജ്. 9 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 9 നെഗറ്റീവ് ഉണ്ട്. 9 പ്രോട്ടോണിന് 9 കെട്ടിയോള് നെഗറ്റീവ് എന്നർത്ഥം. മനസ്സിലായില്ലേ? 7 എണ്ണമാണെങ്കിൽ 7 എണ്ണമാ, 11 എണ്ണമാണെങ്കിൽ 11 എണ്ണമാ. പ്രോട്ടോണിൻ്റെ അതേ അളവ് എണ്ണത്തിൽ നെഗറ്റീവ് കൂടി അപ്പുറത്ത് വെച്ചിട്ട് ഇത് പരസ്പര വിരുദ്ധമായ നിലയിൽ അള്ളാഹു സംവിധാനിച്ചിട്ട് ഇതിനെ കെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഇവ രണ്ടും പരസ്പരം ആകർഷിച്ച് നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ജോഡി സംവിധാനം, ഇണ സംവിധാനം. ഒമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്തതിൽ പോലും അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് തെറ്റാണെന്നല്ല, ശരിയാണെന്ന് പ്രപഞ്ചം തെളിയിച്ചിരിക്കുന്ന, ലോകം തെളിയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്മാരോട് ഭ്രാന്തന്മാരെ പോലെ പറയുകയാണ് ഇവിടെ ജോഡിയൊന്നും വേണ്ടാന്ന്, ഇവിടെ ആണും പെണ്ണും ഇല്ല എന്ന്. ആണും പെണ്ണും ഇല്ലേ? ആണും പെണ്ണും ആറ്റത്തിൽ പോലുമുണ്ട്. ആണും പെണ്ണുമായി പ്രകൃതിയെ നിലനിർത്തിയിരിക്കുന്നു. ഈ അണുവിൻ്റെ വിജാതീയ ചാർജുകൾ പരസ്പരം ആകർഷിക്കുകയും സജാതീയ ചാർജുകൾ പരസ്പരം പിണങ്ങുകയും തെന്നിമാറുകയും. ഒന്നുപോലെ എന്നാ തെന്നൂന്നാ, അങ്ങനല്ലേ നമ്മൾ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളത്, പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്നാ എല്ലാം ഒന്നായാൽ, ഈ ആണെല്ലാം ആണായി, മനുഷ്യനെല്ലാം ആണായി പോയാൽ, മനുഷ്യനെല്ലാം പെണ്ണായി പോയി കഴിഞ്ഞാൽ അടിച്ചു പിരിയുന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ആണും പെണ്ണുമായതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ ഭദ്രത, അച്ചടക്കം, ഡിസിപ്ലിൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു കുടുംബം ഇവിടെ നിലനിൽക്കുന്നത്. ആണ് പെണ്ണാകാനും പെണ്ണാണാകാനും ശ്രമിച്ചാൽ സ്പ്ലിറ്റ് ഉണ്ടാകും എന്നാണ്. സജാതീയ ചാർജുകൾ വികർഷിക്കും, വിജാതീയ ചാർജുകൾ ആകർഷിക്കും. ഇത് സയന്റിഫിക് അല്ലേ? ഇതല്ലേ സയൻസിന്റെ തിയറി. അപ്പോൾ ഈ ആകർഷണമാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും ചെറിയ പരമാണുവിനെ പോലും പിടിച്ചു നിർത്തി, ആ പരമാണു നിർമ്മിതമായ പദാർത്ഥങ്ങളെ പിടിച്ചു നിർത്തി ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രകൃതിദത്തമായ ജൈവവും അജൈവവുമായ അതിൻ്റെ നിലനിൽപ്പി ജോഡികളിലാണ് എന്ന് വളരെ കൃത്യമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം പടച്ചവൻ പറഞ്ഞു, ക്രിയേറ്റർ പറഞ്ഞു, കർത്താവ് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പറയാം, ഒന്നിനെ നിർത്തി ഇല്ലാതാക്കിയിട്ട് കാര്യമൊന്നുമില്ല, എല്ലാത്തിനും അങ്ങ് ഇല്ലാതാക്ക്. ആറ്റത്തിൻ്റെ ആ ജോഡി അങ്ങ് ഇല്ലാതാക്ക്, പറ്റുമെങ്കിൽ ആക്ക്. ആറ്റത്തിലെ പ്രോട്ടോൺ ഇലക്ട്രോൺ, പ്രോട്ടോൺ മാത്രം മതിയെന്ന് കേരള ഗവൺമെൻറ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിനെ കൊണ്ടങ്ങ് തീരുമാനിപ്പിക്കുക. ഇലക്ട്രോൺ വേണ്ട, അങ്ങനെ ഒരു വിവേചനമൊന്നും പാടില്ല ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്നവർ ഇവരങ്ങ് തീരുമാനിക്കട്ടെ. നടക്കുമോ? ആ തികച്ചും അശാസ്ത്രീയമായ, തികച്ചും പ്രാകൃതമായ ഇവരെന്നിട്ട് എന്താ പറയുന്നത്? ഇവരെന്താ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീമതി ആർ ബിന്ദുവോ അല്ലേ, അങ്ങനെയല്ലേ അവരുടെ പേര്, ബിന്ദു. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്ന സമയത്ത് അവർ പറയുന്നത് കേട്ടു, ഇത് പഴഞ്ചനാണെന്ന്. ഇത് പറയുന്ന ആളുകൾ ജനറൽ ന്യൂട്രാലിറ്റിക്കെതിരിൽ സംസാരിക്കുന്ന ആളുകൾ പഴഞ്ചനാണ് എന്ന്. പഴഞ്ചനാണോ? ഏറ്റവും ആധുനികന്മാരാണ്. ഇണകൾ ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും ഉണ്ടെന്ന് മാത്രമല്ല, അവ നിലനിൽക്കണമെന്നും ആ ഇണകളുടെ വ്യത്യസ്തമായ സവിശേഷതകളോടുകൂടിയുള്ള അവയുടെ നിലനിൽപ്പാണ് അതാത് ജീവിവർഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നുമുള്ളത് ലോകത്തിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ കണ്ടെത്തലാണ്. അപ്പോൾ ഇതിലേതാ ആധുനികം? പഴഞ്ചനോ മിമ്മാ ലാ യഅലമൂൻ.
കാര്യം അറിയാൻ പാടില്ലാത്തവന്മാർ ഇന്നലെ അള്ളാഹു താല പറഞ്ഞ ആ വർഗമാണ് പറയുന്നത് അങ്ങനെ ലോകത്ത് തരംതിരിവൊന്നും വേണ്ട, വിവേചനമൊന്നും വേണ്ട, ജോഡിയൊന്നും വേണ്ട എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരല്പം ശാസ്ത്രബോധമുള്ളവരാണെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നുകൊണ്ട് നമ്മളും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ശാസ്ത്രവിരുദ്ധത ആണോ ഇവർ തലയിൽ പേര് നടക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചു പോകേണ്ട ഗതികേടിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പ്രകൃതിയെ അട്ടിമറിക്കലാണ്. ഈ ലോകത്ത് പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്ക് അനുരോധമായി മനുഷ്യൻ നീങ്ങിയില്ലെങ്കിൽ ഈ ലോകത്ത് താറുമാറാകുമെന്ന് അള്ളാഹു താല പറയുന്നുണ്ട്. താറുമാറാകുമെന്ന് അള്ളാഹു താല പറയുന്നുണ്ട്. എങ്ങനെയാ താറുമാറാകുന്നത്? പ്രകൃതിയിൽ ഈ ജോഡി സംവിധാനം അള്ളാഹു താല എല്ലാത്തിലും നിലനിൽപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഭൂമിയിൽ ഈ ഇണകളെ അള്ളാഹു താല ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്ന ഇണകൾ ആണാണായി തിരിച്ചറിഞ്ഞ്, പെണ്ണ് പെണ്ണായി തന്നെ തിരിച്ചറിഞ്ഞ്, പെണ്ണ് പെണ്ണിന്റെ ജോലിയും ആണിന്റെ ജോലിയും ചെയ്തില്ലെങ്കിൽ ഭൂമിയിലെ സന്തോഷകരമായ മനുഷ്യ ജീവിത വ്യവസ്ഥയുടെ താളം തെറ്റും. ലോകത്തിന്റെ അവസാനം ഉണ്ടാകുന്ന കാലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക അരാജകത്വം കൊടികുത്തി വാഴുന്ന, നടുറോട്ടിൽ പരസ്യമായി നാണമില്ലാതെ ലൈംഗിക അരാജകത്വം നടമാടുമ്പോൾ അത് ലോക അന്ത്യത്തിന് വഴിയൊരുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കും ലോകത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞത് സൂര്യചന്ദ്ര നക്ഷത്രാദികളും അതുപോലെ തന്നെ ഒരുപാട് ഗോള സമുച്ചയങ്ങളും ഒക്കെ ആയി നിൽക്കുന്ന ഈ ഭൗതിക പദാർത്ഥങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ ലൈംഗികമായ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെങ്ങനെയാ താറുമാറ് സംഭവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നാം. കാരണം അത് പ്രപഞ്ച ഘടനയുടെ ഭാഗമാണ്. ഇണകളുടെ ദൗത്യമറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതാത് ജീവവർഗങ്ങൾക്ക് ഈ ലോകത്ത് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. മനുഷ്യനെ ആധാരമാക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭൗമപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് മനുഷ്യന്റെ തനതായ നിലനിൽപ്പ് അട്ടിമറിക്കപ്പെടുമ്പോഴാണ്. ഇവിടെ ജോഡിയുണ്ടെന്നും അത് പ്രകൃതിപരമാണെന്നും പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ വേറൊരു രസകരമായ കാര്യം പറയുന്നുണ്ട്. എന്തെന്നറിയോ? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ മനോഹരമായ ഉപമകളിൽ ചിലതാണിത്. വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾ മുറ്റിയ രാവാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, പ്രഭ ചൊരിയുന്ന പകലാണ് സത്യം. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണും പെണ്ണുമായി മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണ് സത്യം. നോക്കൂ, ആദ്യം രാവ്, പിന്നെ പകല്, പിന്നെ ആണ് പെണ്ണ് ഇണ. ഇത് ഇത്രയും പറഞ്ഞു. രാവും പകലും എന്ന പോലെയാണ് ആണും പെണ്ണും ഈ ലോകത്ത്. രാവിന് രാവിന്റെ ജോലിയുണ്ട്, പെണ്ണിന് പെണ്ണിന്റെ ജോലിയുണ്ട്, ഇല്ലേ? രാവിന് രാവിന്റെ ജോലിയുണ്ട്, പെണ്ണിന് പെണ്ണിന്റെ പകലിന് പകലിന്റെ ജോലിയുണ്ട്. രാവിന്റെ പണി രാവ് ചെയ്യണം, പകലിന്റെ പണി പകല് ചെയ്യണം, അല്ലേ? രാവും പകലും തുല്യമല്ല. ഏതാണ് കേമം എന്ന് ചോദിച്ചാൽ രാവാണ് കേമമല്ലേ പകലാണ് കേമമെന്ന് ഏതെങ്കിലും ഒന്ന് പ്രത്യേകം കേമമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകലിന് പ്രപഞ്ചത്തിന് ഈ ഭൗമ മണ്ഡലത്തിന് പ്രകാശം ചൊരിഞ്ഞ് അതിന് വെളിച്ചം പകർന്ന് അതിന് ചൂട് പകർന്ന് ഈ ലോകത്തെ കർമ്മമണ്ഡലത്തിലേക്ക് ഉണർത്തുന്ന സജീവമാക്കുന്ന വലിയ ഒരു ദൗത്യം പകലിനുണ്ട്. പക്ഷെ രാവിനോ ചുട്ടുപൊള്ളുന്ന പകലിനെ ഈ ഭൂമിയെ ഈ ധാത്രിയെ അതിനെ ഒരു കരിമ്പടം പുതച്ചുറക്കി അതിനെ ശാന്തമായി അതിനെ തഴുകി ഉറക്കുന്ന ദൗത്യം രാവിനുണ്ട്. ഒരു ശാന്തി നികേതനീയെ പോലെ, ശാന്തി നികേതനം പോലെ. പകല് യഥാർത്ഥത്തിൽ വജഅൽന ലൈല ലിബാസാ വജഅൽന നഹാറ മആശാ, രാവിനെ അല്ലാഹു തആല ഒരു കരിമ്പടമാക്കി സംവിധാനിച്ചിരിക്കുന്നു. വജഅൽന നഹാറ മആശാ, പകലിനെ അല്ലാഹു തആല അധ്വാന വേളയുമാക്കിയിരിക്കുന്നു. അധ്വാനത്തിന്റെ പ്രതീകമാണ് പകൽ, എന്നാൽ ശാന്തിയുടെ വിശ്രമത്തിന്റെ പ്രതീകമാണ് രാവ്. ഇത് രണ്ടിനെയും അല്ലാഹു തആല ഉദാഹരിച്ചിട്ടാണ് പറയുന്നത്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണും പെണ്ണുമായി മാനവരാശിയെ പടച്ചവനാണ് സത്യം. ആണ് പകലിന്റെ പ്രതീകമാണെന്ന്. അതാണ് ആ ഉദാഹരണത്തിന്റെ അർത്ഥം. ആണ് പകൽ പോലെയാ. അവന് പകലന്തിയോളം പണിയെടുക്കും, പാറക്കെട്ടിനോട് മല്ലെടുക്കും, പാടത്ത് കർഷകൻ പണിയെടുക്കും, മല്ലടിക്കും. ഇങ്ങനെ അധ്വാനത്തിന്റെ പ്രതീകമായി അള്ളാഹു വെച്ചിരിക്കുന്നത് പുരുഷനെയാ. ഇന്നും അതെ, എല്ലാ പണിയും ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും പറ്റില്ല. എല്ലാം ചെയ്യാൻ ഞങ്ങളൊക്കെ ഇക്വല
എന്നൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ എല്ലാ പണിയും ചെയ്യാൻ പെണ്ണുങ്ങൾക്കൊന്നും പറ്റൂല. പറ്റുമോ? പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും ആണെങ്കിലും ചെയ്യാൻ പറ്റൂല. പറ്റുമോ? ഉണ്ടോ? ഈ ലോകത്ത് മാനവരാശിയുടെ ഉൽപാദനം എന്ന് പറയുന്ന പ്രക്രിയ അത് പെണ്ണിന് മാത്രം സാധ്യമാണ്, അത് ആണിന് പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ മലബാർ ഗോൾഡിൽ കയറി. മലബാർ ഗോൾഡിൽ സെയിൽസിലൊക്കെ ഗേൾസ് ധാരാളമുണ്ട്, പക്ഷെ സെക്യൂരിറ്റിയിൽ ഇന്ന് വരെ നമ്മളൊരു ഗേൾസിനെയും കണ്ടിട്ടില്ല, ഒരു ലേഡിയെയും കണ്ടിട്ടില്ല. അപ്പോൾ മനുഷ്യന്റെ കായിക ശേഷി അനിവാര്യമായി തീരുന്ന, ധീരതയും തൻ്റെ ഇടവും അനിവാര്യമായി തീരുന്ന പല മേഖലകളിലും ഇന്നും ഇസ്ലാം പറഞ്ഞിട്ടല്ല ലോകത്തൊക്കെയും തന്നെ ആണിൻ്റെതായ സവിശേഷതകളോടുകൂടി തന്നെ അവൻ്റെ വ്യതിരിക്തത ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അധ്വാനത്തിൻ്റെ പ്രതിനിധിയാണ്, പ്രതീകമാണ്. മനുഷ്യരാശിയിൽ പെണ്ണധ്വാനിക്കുന്നില്ലെന്നല്ല, പക്ഷെ കൂടുതൽ കഠിനമായ അധ്വാനങ്ങൾ ആണിനാണ് അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ളതെന്നും, അതുപോലെ തന്നെ പെണ്ണ് പകലന്തിയോളം പണിയെടുത്ത് ചുട്ടുപൊള്ളി ഈ ശരീരവും മനസ്സുമായി കടന്നു വരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തൻ്റെ വീട്ടിൽ കരം നീട്ടി സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് അവനെ തഴുകി സാന്ത്വനിപ്പിച്ചുറക്കുന്ന ഒരു ശാന്തി നികേതനമായി, ഒരു കുളിർ തെന്നലായി തൻ്റെ ഭാര്യ മാറുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതം അച്ചടക്കമുള്ളതാകുന്നത്, ഭദ്രമാകുന്നത്. ഇത് രണ്ടും പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നതെന്നറിയോ? ഇത് രണ്ടും പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് രാവാണ് പകലാണ്, ആണാണ് പെണ്ണാണ്, ഇന്ന സഅയക്കും ലശത്ത. മനുഷ്യരെ, നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യത്യസ്തമായ, എല്ലാവരുടെയും ഒന്നല്ലാന്ന്. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പണി വെവ്വേറെയാ. ആണിൻ്റെ പണിയുണ്ട്, പെണ്ണിൻ്റെ പണിയുണ്ട്. ആണിൻ്റെ പണിയൊന്നും പെണ്ണിനെ കൊണ്ടെടുക്കാൻ പറ്റില്ല, പെണ്ണിൻ്റെ പണി ആണിനെടുക്കാൻ പറ്റില്ല. ആണാണെന്നുള്ള ബോധം നശിപ്പിച്ചാൽ പിന്നെ ആണ് എന്ത് ചെയ്യും? ആണിൻ്റെ ജോലികൾ ചെയ്യോ? പെണ്ണാണെന്നുള്ള ബോധ്യം നശിപ്പിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആൺ പെൺ ബോധം തന്നെ തകർക്കുക, സമൂഹത്തിലും തൻ്റെ ശരീരത്തിലും വിട്ട സ്റ്റിഗ്മ അതൊക്കെ അങ്ങ് തൂത്തെറിയുക. ഒരാണിനും ആണാണെന്ന് തോന്നരുത്, ഒരു പെണ്ണിനും പെണ്ണാണെന്ന് തോന്നുന്നു. എന്ത് ഭ്രാന്തന്മാരെ ഇവര് മാനവരാശിക്ക് അപകടമാണ്. ഇവരിതിങ്ങനെ ചെയ്തതിൻ്റെ ദുരന്തം എന്താണ്? ആണും പെണ്ണുമായി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് നിർവഹിക്കേണ്ടത്. ഇസ്ലാമിക സമൂഹം ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആധുനികതയുടെ വക്താക്കൾ പണ്ടൊക്കെ ഉറഞ്ഞു തുള്ളുമായിരുന്നു. ഇതിൻ്റെ വക്താക്കളൊക്കെ ഉറഞ്ഞു തുള്ളും. ആണിനും പെണ്ണിനും ചെയ്യാൻ പാടില്ലാത്ത, എല്ലാവരും തുല്യരാണ്. എല്ലാവരും തുല്യരൊന്നുമല്ല. ഇത് അടുത്തിവിടെ പറഞ്ഞല്ലോ, ലോങ് ജമ്പിൽ ഒളിമ്പിക്സിൽ ഇന്ന് വരെ 10 മീറ്റർ 9 മീറ്ററിൻ്റെ മുകളിൽ ചാടി ഒരു പെണ്ണുമില്ല. ഉയർത്തി ചാടി ഒറ്റ പെണ്ണി ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് ഖുർആൻ ഓതിക്കൊണ്ട് മോളെ 9 മീറ്ററിൻ്റെ മുകളിൽ ചാടരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ പോയി നിന്നിട്ടല്ല, ആണോ? ഇസ്ലാം പറഞ്ഞിട്ടല്ല. ഹൈ ജമ്പിൽ 2.5 മീറ്റർ ചാടാത്ത ഒരു ഒളിമ്പിക്സ് ജേതാവുമില്ല. 2.30 മുകളിൽ ഇന്ന് വരെ ഒരു പെണ്ണും ചാടിയിട്ടില്ല. ആരും അവിടെ പോയിട്ട് പൊന്നു മോളെ നീ 2.30 മുകളിൽ ചാടരുത് കേട്ടോ, അള്ളാഹ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടല്ല. അത്രേ പറ്റൂ. പെണ്ണിന് പറ്റുമോ? അതിനപ്പുറത്ത് പറ്റുമോ? പറ്റാത്ത കാര്യം എന്തിനാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത് പ്രകൃതിയുടെ താളം തെറ്റിക്കലാണ്. ആ താളം തെറ്റിക്കുന്നതിന് പ്രകൃതിയെ അറിയാത്തവർക്ക് വൈമുഖ്യമേതുമുണ്ടാവില്ല. പ്രകൃതി അറിയുന്നവൻ വേണം പ്രകൃതിയുടെ താളം പഠിപ്പിക്കാൻ. അവിടെയാണ് അള്ളാഹു വേണം മനുഷ്യ ജീവിതത്തെ കൃത്യമായ കൈവഴികളിലൂടെ മുന്നോട്ട് നയിക്കാനെന്ന് പറയുന്നത്. അള്ളാഹ് ഇല്ലാതാകുന്നതിന് കുഴപ്പം ഇതൊക്കെ. അള്ളാഹ് ഇല്ലാതാകുന്നതിന് ഇത്ര വലിയ അപകടമുണ്ട് എന്ന് നമ്മൾ ഇനി തിരിച്ചറിയുക. അള്ളാഹ് ഇല്ലാതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന പോലെ അമേരിക്കക്കാർക്കും അള്ളാഹ് ഇല്ലാതായിട്ട് ഒരുപാട് കാലമായി. അവിടെ സംഭവിച്ചെന്തെന്നറിയാമോ? ഇതിൻ്റെയൊക്കെ ദുരന്തം ആൺപെൺ ബന്ധങ്ങളിലെ അച്ചടക്കങ്ങൾ, ഡിസിപ്ലിൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കാതെ വന്നതിൻ്റെ ദുരന്തം. അമേരിക്കയിൽ സമീപകാലത്ത് ഒരു പുസ്തകം ഇറങ്ങി. ഡേവിഡ് ബ്ലാങ്കൻഹോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക. 1996 തന്നെ കേരളത്തിലെ പ്രമുഖ പത്രമായ മലയാള മനോരമയിൽ അതിൻ്റെ വാർത്ത വന്നിരുന്നു. അതിൻ്റെ കട്ടിങ് ഇപ്പോഴും ഞാൻ നഷ്ടപ്പെടുത്താതെ, അന്ന് തന്നെ അതിൻ്റെ അപകടം ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ കട്ടിങ് ഇപ്പോഴും എൻ്റെ കൈവശിരിപ്പുണ്ട്. 1996 എടുത്തു വെച്ച പത്രത്തിൻ്റെ കട്ടിങ് ഇപ്പോഴും എൻ്റെ കൈവശിരിപ്പുണ്ട്. എന്താ അത് പറയുന്നതെന്നറിയോ? ഈ ആൺ പെൺ വ്യത്യാസങ്ങളിലെ അതിർവരമ്പുകളും ആണിൻ്റെ ജോലിയും പെണ്ണിൻ്റെ പണിയും എടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ദൈവികമായ വിവേചനബോധം നഷ്ടപ്പെട്ട് മതം പേരിന് മാത്രം ഉപയോഗിക്കുകയും മതത്തിൻ്റെ അന്തസ്സത്തെ അവഗണിക്കുകയും ചെയ്ത അമേരിക്കൻ സമൂഹത്തിന് സംഭവിച്ച ദുരന്തം, അവൻ എന്താ സംഭവിച്ചെന്നറിയോ? അവന് കുടുംബം പോയി. ആണായും പെണ്ണായും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതാതിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാത്തൊരു ലോകത്ത് സംഭവിക്കുന്നത് കുടുംബ തകർച്ചയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എന്താ പുസ്തകം പറയുന്നതെന്നറിയോ?
ഇന്ന് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ പുസ്തകം പറയുന്നു, അന്നത്തെ ആ പുസ്തകം പ്രസിദ്ധം ചെയ്ത് വിപണിയിൽ വരുന്ന അന്നത്തെ ദിവസത്തിൽ, ആ ദിവസത്തിലെ അമേരിക്കയിലെ 50% കൗമാര മക്കൾ അന്തി ഉറങ്ങാൻ പോകുന്നവരുടെ അപ്പന്മാർ താമസിക്കുന്ന വീടുകളിലേക്കല്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങാത്ത അല്ലെങ്കിൽ അച്ഛനില്ലാത്ത വീട്ടിൽ പോയി താമസിക്കേണ്ട ഗതികേടാണ് 996 അമേരിക്കയ്ക്കെന്ന്. ആ അമേരിക്കയുടെ മതമില്ലാത്ത, ദൈവമില്ലാത്ത, അച്ചടക്കമില്ലാത്ത ഒരു ജീവിത സംസ്കാരം ആ രാജ്യത്തിന് ഒരു 30 കൊല്ലം മുമ്പ് വരുത്തിവെച്ച ദുരന്തത്തെ നമ്മുടെ നാടുകളിലേക്ക് ആധുനികതയുടെ പേര് പറഞ്ഞുകൊണ്ട്, ദൈവവിരുദ്ധതയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് പറിച്ചു നടാനാണ് ശ്രമിക്കുന്നത്. 50% മക്കൾക്ക് അപ്പനില്ലാത്ത, തന്തയില്ലാത്ത ഒരു നാടായി അമേരിക്ക അന്നേ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം പരിചയപ്പെടുത്തുന്നത് 2000 ആണ്ടാകുമ്പോൾ ഏതാണ്ട് 100% അമേരിക്ക എത്തുമെന്ന. ഈ തന്തയില്ലായിക എന്ന് പറയുന്നത് നമ്മൾ ഒരു തരം ചീത്ത പറയുന്ന വാക്കാ. ആ ഉദ്ദേശമില്ലാതെ തന്നെ ഞാൻ പറയട്ടെ, ആ തന്തയില്ലായിക ഒരു സമൂഹത്തിലെ പുരുഷന്റെ അച്ചടക്കത്തിനൊരു കുടുംബത്തിന് പിതാവ് നേതൃത്വം നൽകാത്ത ഏതൊരു കുടുംബവും അരാജകമായി പരിണമിക്കുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കൗമാര കുറ്റകൃത്യങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നതല്ലേ? അവിടുത്തെ എലമെന്ററി സ്കൂളിൽ, വാഷിങ്ടൺ എലമെന്ററി സ്കൂളിൽ സാൽവഡോർ റാമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മമ്മയെ വെടിവെച്ച് കൊന്ന തോക്കുമായിട്ട്, ആ തോക്ക് അവൻ്റെ അമ്മമ്മയെ വെടിവെച്ച് കൊന്നിട്ട് അവനൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു മനസാക്ഷി അവൻ്റെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടിട്ടില്ല. ദൈവം ഉണ്ടെങ്കിലല്ലേ കുറ്റവും കുറ്റബോധവും ഇല്ല ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാൻ അപ്പനുണ്ടാകണ്ടേ? അപ്പനില്ല, ദൈവമില്ല. അപ്പനും ദൈവവുമാണ് യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കേണ്ടത്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ നാഥൻ ഒന്നാണ്. ഓ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ അപ്പനും ഒന്നാ. അള്ളാഹ് പറയുന്നത് അങ്ങനെയാ. അപ്പനും ദൈവവും വേണം. അതാണ് മാനവരാശിയുടെ നാഥന്മാർ. ദൈവമുണ്ടാകണം. ഇത് രണ്ടും അവിടെ ഇല്ല. ദൈവവുമില്ല, റഷ്യയിലില്ല എന്നുള്ളത് മാത്രം നമ്മൾ പറയണ്ട. റഷ്യ പ്രഖ്യാപിതമായ നിലയിലില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അത് തന്നെയാണ്. എത്രയോ കാലങ്ങളായി അവർക്ക് ദൈവമില്ല. അവരുടെ മതം നാമമാത്രമാണ്. ആ സമൂഹത്തിൽ ഈ ലിബറൽ ജീവിതം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ലിബറൽ, ഇതിൻ്റെ പേരിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്കാരം നട്ടുപിടിപ്പിക്കപ്പെട്ട നാടുകളിൽ സ്വന്തം പിതാവിനെ തിരിച്ചറിയാത്ത മക്കൾ പെരുകിയിട്ട് 18 പേരെ ഈ കഴിഞ്ഞ നാളും വെടിവെച്ച് കൊന്നു. അത് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിലൊരു മുസ്ലിം ചെറുപ്പക്കാരനായി തീവ്രവാദത്തിൻ്റെ പേരിൽ ഒരു വർഷക്കാലം നീണ്ടു നിന്ന കൊണ്ടുപിടിച്ച ചർച്ചകൾ അരങ്ങേറുമായിരുന്നു, അല്ലേ? അതൊന്നും അവിടെ നടക്കുന്നില്ല. അതൊരു സർവ്വസാധാരണമായി പോയി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നെറ്റൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്, ഒരു വർഷത്തിനിടയിൽ 4-ലധികം പേർ കൊല ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ അമേരിക്കയിൽ 215 നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. 4 പേരിലധികം കൊല്ലപ്പെട്ട കൊലപാതകങ്ങളെ കുറിച്ച് മാത്രം പറയുന്നേ. നിസ്സാരമായ പ്രകോപനത്തിന്റെ പേരിൽ വല്യമ്മയെ, അമ്മയെ, അച്ഛനെ, സഹപാഠിയെ, സഹാധ്യാപകനെ വെടിവെച്ചു കൊല്ലാൻ യാതൊരു കൂസലുമില്ലാത്ത വിധത്തിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക, സൈനിക, സാങ്കേതിക ശക്തി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെ ഇല്ലാത്തതൊന്നു മാത്രമാണ്. അത് അള്ളാഹുവാണ്, അത് ദൈവമാണ്, മൂന്നാമത് അപ്പനാണ്. എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തിലെ വ്യത്യസ്തതകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു കുടുംബ സംവിധാനം അവിടെ ഇല്ലാതെ പോയതിൻ്റെ പരിണിതഫലമായിട്ടാണ്. ഞാൻ അധികമൊന്നും ദീർഘിച്ച് പറയുന്നില്ല. ഇത് മഹാദുരന്തമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ഇതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അച്ചടക്കമില്ലാത്ത ഒരു ജീവിതം ശീലിച്ച ഒരു സമൂഹത്തിന് പിന്നെ അച്ചടക്കത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കള്ളിന്, പെണ്ണിന്, കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടു പോയ ഒരു സമൂഹം എന്ന് വിചാരിക്കുക. അടിമപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ മക്കളെ സൂക്ഷിച്ചോണം. കഞ്ചാവിന് അടിമപ്പെട്ടു പോയ ധാരാളം മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടു പോയ, ഞാൻ നാട് പറയുന്നില്ല, ഒരു നാട്ടിലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ചെറുപ്പക്കാരനെ ചൈനയെ പഠിക്കാൻ വിട്ടു. അവൻ ആ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു. 80 ലക്ഷം, എനിക്കറിയാവുന്ന ഒരു രക്ഷകർത്ത 80 ലക്ഷം രൂപ കൊടുത്ത ചെറുപ്പക്കാരനെ ചികിത്സിച്ചിട്ടും അവനതിൽ നിന്ന് മോചനം കിട്ടിയില്ല. കഴിഞ്ഞ റമദാൻ മാസത്തിൽ അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ റമദാൻ മാസത്തിൽ 1 കോടിയോളം രൂപ ചെലവിട്ട് ചികിത്സിച്ചിട്ടും. മനുഷ്യന് സഹജമായ ജന്മത്തിൻ്റെ അവൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന് നൽകേണ്ടുന്ന ബാല സാഹചര്യത്തിൽ തന്നെ നൽകപ്പെടേണ്ടുന്ന അച്ചടക്കങ്ങളെ പഠിപ്പിച്ച് വളർത്തി മനുഷ്യനെ ജൈവപ്രകൃതിയിൽ മനുഷ്യനും കന്നാലിയൊക്കെ തുല്യരാ. അവനും തിന്നും നമ്മളും തിന്നും, അവനും കുടിക്കും നമ്മളും കുടിക്കും, അവനും ഇണചേരും നമ്മളും ഇണചേരും. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയാമോ? വ്യത്യാസം എന്താ? മനുഷ്യൻ തൻ്റെതേ തിന്നു, മനുഷ്യൻ തൻ്റെതേ കുടിക്കൂ. എത്ര വിശന്ന് പൊരിഞ്ഞാലും തൻ്റെതല്ലാത്ത വെള്ളം കുടിക്കില്ല, തൻ്റെതല്ലാത്ത ഭക്ഷണം കഴിക്കില്ല. തെണ്ടിയെങ്കിലും സ്വന്തമാക്കിയിട്ടേ കഴിക്കുള്ളൂ.
അതുപോലെ ചേരണമെന്ന് അഭിനിവേശം തോന്നിയാൽ തൻ്റെ ഇണയോടെ ബന്ധം പുലർത്തു. ആ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ വ്യത്യാസത്തെ ഇല്ലാതാക്കി മൃഗമാക്കി മനുഷ്യനെ അധപ്പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭീകരമായ അജണ്ടയെ നമ്മൾ എല്ലാവരും അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് തിരുത്താൻ രംഗത്ത് വരണം. ഇത് ഒരു മതത്തിൻ്റെ പ്രശ്നമല്ലെന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ ഇത് ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു മതത്തിൻ്റെ പ്രശ്നമായി ഇപ്പോൾ നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ. കാരണം മറ്റുള്ള മതങ്ങൾ ഈ പ്രശ്നത്തിൽ ഇത്ര റിസ്ക് എടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. ലോകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം യൂറോപ്യൻ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അചിരേണ കാലക്രമേണ അവരവരുടെ നയനിലപാടുകളിൽ പയ്യെ വെള്ളം ചേർത്ത് അവർക്ക് ഇത്തരം കാര്യങ്ങളും ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികതയ്ക്ക് മുൻതൂക്കം നൽകുന്ന അടിസ്ഥാനപരമായ പ്രകൃതി ദർശനങ്ങൾ കൈവശമിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പൂച്ചയ്ക്കാരും അണികിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകണം. ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രതിരോധം ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതി വിരുദ്ധ ആശയത്തെ തുടച്ചു നീക്കാൻ ഇണകളില്ലായ്ക അല്ലെങ്കിൽ ഇണകളുടെ വ്യത്യസ്തതകളെ തകർത്തില്ലാതാക്കുക എന്നത് പ്രകൃതി വിരുദ്ധതയാണ്. കാരണം പ്രകൃതിയിലെ ചെറുതിലും വലുതിലും ഇണകളെ പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരവകാശവാദം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ അതില്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം പ്രകൃതിയുടെ അടിത്തറ ഇളക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നേരത്തെ ഒളി അജണ്ടകളിലൂടെയും ഇപ്പോൾ തെളി അജണ്ടകളിലൂടെയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾക്കെതിരിൽ നമ്മളെല്ലാവരും ആശയ പ്രതിരോധം തീർക്കാൻ ബാധ്യസ്ഥരാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വളരെ അർത്ഥവത്തായ വിധത്തിൽ ആശയ സംവേദനത്തിന് വേദി ഒരുക്കിയ കോഴിക്കോട് സിറ്റി ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ഹൃദയംഗമമായി അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രമുഖരായ ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആശയ വിശകലന രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടന്നതുപോലെ കേരളം ഒട്ടുക്കും ഇതുപോലെ ഒരു ജമാഅത്തെ ഇസ്ലാമി പോരെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും വിശേഷിച്ച് കഴിയുമെങ്കിൽ എല്ലാ സദാചാര സംഹിതകളും ഒരുപോലെ ഇതിനെതിരെയുള്ള ശക്തമായ ആശയ പ്രതിരോധം തീർക്കുക എന്നത് ഈ ലോകം, ഈ മാനവരാശി എത്ര കാലം നിലനിൽക്കണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടിയാണ് വിനീതനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.